ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഒരു പോർക്ക് കറി ഉണ്ടാക്കി നോക്കാം. ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മമ്മിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഞാൻ ലീവ് എടുത്തു. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തൊക്കെ ഒരു അടുപ്പുണ്ടാക്കിയിട്ട് ഉരുളിയൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പോർക്ക് കറി ഉണ്ടാക്കാൻ പോവാണേ. ഇന്ന് ചക്ക വേവിച്ചതും പോർക്ക് കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ ആദ്യം ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്ത് ചതച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം, കറുകപ്പട്ട, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിന് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ചു നേരം വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം നല്ലപോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഗരം മസാല മമ്മി പിന്നെ ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അത് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് എടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞങ്ങളിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലകളൊക്കെ നല്ലപോലെ ഈ ഇറച്ചിയിലോട്ട് മിക്സ് ആകുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ മസാലകളൊക്കെ ഇറച്ചിയിലോട്ട് നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പോർക്ക് വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നതായതുകൊണ്ട് ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളവും നെയ്യും എല്ലാം ഊർന്നിട്ട് അതിലിരുന്ന് തന്നെ ഇറച്ചി വെന്തോളും. ഇപ്പൊ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. നല്ല വെന്തതിന്റെ നല്ല മണം വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് സാധനം, സർവ്വസുഗന്ധിയില. ഇതിന്റെ ഒരു 3 ഇല ഇട്ടാൽ മതി. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എന്നിട്ട് നമ്മൾ കറി ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പോർക്ക് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇലയുടെ നല്ല മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കറി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ പാചകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്.